ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1-ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 15ാമത്തെ പാഠമായിട്ടുള്ള ഒത്തുപിടിച്ചാൽ എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും മാത്സും തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 15ാമത്തെ പാഠത്തിന്റെ പേരെന്താ? ഒത്തുപിടിച്ചാൽ അല്ലേ. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയണത്? അതെ, ഒത്തൊരുമയെ കുറിച്ച് പറയുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ കഥ നമുക്ക് നോക്കാം. ഒരു കാടാണ് കേട്ടോ. കാടിന് എന്ത് സംഭവിച്ചു എന്നറിയോ? തീ പിടിച്ചു. ഓക്കെ, നമുക്ക് ആദ്യം ഇതാണ് വായിക്കാം. കാടിന് തീ പിടിച്ചു. മൃഗങ്ങളെല്ലാം ഭയന്നു വിറച്ചു. അവർ ജീവനു വേണ്ടി പരക്കം പാഞ്ഞു. അയ്യോ രക്ഷിക്കണേ, സുന്ദരിക്കിളി ഉറക്കെ പറഞ്ഞു. കൂട്ടിൽ 3 മുട്ടകളുണ്ട്. അവ ഇന്നോ നാളെയോ വിരിയും. എന്റെ പൊന്നോമനകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് ഓർക്കാനേ കഴിഞ്ഞില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ എന്താ സംഭവിച്ചത്? കാടിന് തീ പിടിച്ചു. അപ്പൊ കാട്ടിലായ മൃഗങ്ങളെല്ലാം പേടിച്ച് വരച്ച് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മുടെ സുന്ദരിക്കിളി ഉണ്ട്. സുന്ദരിക്കിളി എന്താ മുട്ടയിട്ടിരിക്കുകയാണ് അല്ലേ. ആ മുട്ടയാണെങ്കിലോ 3 മുട്ടകളുണ്ട്. അത് ഇന്നോ നാളെയോ ആയിട്ട് വിരിയാനായിട്ടുള്ള മുട്ടകളാണ്. ഓക്കെ, അപ്പൊ ആ മുട്ടകൾ ഉപേക്ഷിച്ച് സുന്ദരിക്കിളിക്ക് കാട് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയെങ്കിലും അവളുടെ ജനിക്കാൻ പോകുന്ന അവളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അവൾക്ക് തോന്നി. അതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അവൾ ചിന്തിക്കുകയാണ് അല്ലേ. അവൾ എന്ത് ചെയ്ത് കാണും? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. സുന്ദരിക്കിളി അടുത്തുള്ള അരുവിയിലേക്ക് പറന്നു. കുഞ്ഞിക്കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിലേക്ക് ഒഴിച്ചു. അപ്പൊ അവൾ എന്ത് ചെയ്തു? വേഗം തന്നെ പറന്നു പോയിട്ടുള്ള ഒരു അരുവിയിൽ നിന്ന് അവള് കുഞ്ഞിക്കൊക്ക്, എത്ര തന്നെ ചെറുതായിരിക്കും അല്ലേ കിളികളുടെ കൊക്ക് എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞിക്കൊക്കില് വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിലേക്ക് ഒഴിക്കുകയാണ്. കെടുവോ? കാട്ടുതീ കെടുവോ? അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാട്ടുതീക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല അല്ലെ. അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അവളുടെ പ്രയത്നം കണ്ട മൂങ്ങ പറഞ്ഞു, വിഡ്ഢി, ഇങ്ങനെ വെള്ളം ഒഴിച്ചത് കൊണ്ട് തീ കെടുന്നോ? വേഗം രക്ഷപ്പെടാൻ നോക്ക്. അഗ്നി ആളി പടരുകയാണ്. എന്താ അഗ്നി എന്ന് വെച്ചാ? തീ അല്ലേ. അപ്പൊ ഇത് കണ്ട മൂങ്ങ പറയാണ്, ഇങ്ങനെ ചെയ്തത് കൊണ്ട് നീ ഇങ്ങനെ പ്രയത്നിച്ചത് കൊണ്ട്, നീ ഇങ്ങനെ ശ്രമിച്ചത് കൊണ്ട് ഈ തീ കെടാനൊന്നും പോകുന്നില്ല. നീ ഒരു വിഡ്ഢിയാണ്. ഇങ്ങനെ ശ്രമിച്ച് തീ കെടുത്താനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വേഗം ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന് പറയുകയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ് കേട്ടോ. അപ്പോൾ സുന്ദരിക്കിളി പറഞ്ഞു, ഈ കാടാണ് എനിക്ക് അഭയം തന്നത്. കാട് എനിക്ക് അമ്മയാണ്. എന്നാൽ ആവത് ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്താ സുന്ദരിക്കിളി പറഞ്ഞത്? ഈ കാട് എനിക്ക് അഭയം തന്നതാണല്ലേ, എനിക്ക് താമസിക്കുന്ന ഇടം തന്നതാണ്. കാട് എനിക്ക് അമ്മയാണ്. അപ്പൊ ഞാൻ ഈ കാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്കാവുന്നത് ഞാൻ ചെയ്യും എന്ന് സുന്ദരിക്കിളി ആരോട് പറഞ്ഞു? മൂങ്ങയോട് പറഞ്ഞു. അപ്പൊ ഈ സുന്ദരിക്കിളി പറയുന്നത് ശരിയാണെന്ന് മൂങ്ങയ്ക്കും തോന്നി അല്ലേ. സുന്ദരിക്കിളി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മൂങ്ങയ്ക്ക് തോന്നി. മൂങ്ങയും അവളോടൊപ്പം ചേർന്നു. കൂട്ടുകാരും ഒപ്പം കൂടി. അവർ തീ കെടുത്താൻ ശ്രമിച്ചു. വവ്വാൽ ഈ വാർത്ത കാട്ടിലെങ്ങും പരത്തി. അങ്ങനെ നമ്മുടെ സുന്ദരിക്കിളിക്കൊപ്പം ആരും ചേർന്നു? മൂങ്ങയും ചേർന്നു. അങ്ങനെ അവർ രണ്ടാളും കൂടെ എന്ത് ചെയ്യാണ്? വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഇത് ആര് കണ്ടു? ഈ വവ്വാല് കണ്ടു. അങ്ങനെ വവ്വാൽ എന്ത് ചെയ്തു? ഈ വാർത്ത കാട്ടിലെങ്ങും പരത്തി. അപ്പൊ അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത് കേട്ടോ. സുന്ദരിക്കിളിയും മൂങ്ങയും ചേർന്ന് അവർക്ക് പറ്റാവുന്നത്ര വേഗത്തിൽ കൊക്കിൽ വെള്ളം നിറച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. വവ്വാലും അവരുടെ കൂടെ കൂടി. ഇതറിഞ്ഞ അവരുടെ കൂട്ടുകാരും അതിൽ പങ്കുചേർന്നു. ഓക്കെ, ഇത് കണ്ട ആനക്കൂട്ടം ഓടി വന്നു. അവർ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് തീയിലേക്ക് ചീറ്റി. കുരങ്ങുകൾ ഇലക്കുമ്പിളിൽ വെള്ളം കോരി ഒഴിച്ചു. മുയലും ജിറാഫും പുലിയും ഓടി വന്ന് സഹായിച്ചു. തീ അണഞ്ഞു. എല്ലാവർക്കും ആശ്വാസമായി. ഇനി മഴ പെയ്യണം. അപ്പോൾ കരിഞ്ഞ കാടെല്ലാം വീണ്ടും തളിർക്കും. സുന്ദരിക്കിളി പറഞ്ഞു. നിറയെ മരങ്ങളും പഴങ്ങളും ചെടികളും പൂക്കളുമുള്ള ഒരു കാടാവും അത്. ഒരു മരച്ചില്ലയിലെ കൂട്ടിലിരുന്ന് തന്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് സുന്ദരിക്കിളി സ്വപ്നം കണ്ടു. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരുമിച്ച് കാടിനെ രക്ഷപ്പെടുത്തി. ആരും ഓടിപ്പോയില്ല അല്ലെ. എല്ലാവരും കൂടെ ശ്രമിച്ച് എന്ത് ചെയ്തു? കാട്ടുതീ അണച്ചു. അങ്ങനെ വീണ്ടും എന്ത് സംഭവിക്കുകയാണ്? കാട്ടിൽ കരിഞ്ഞു പോയ ഇലകളെല്ലാം പോയി വീണ്ടും മഴ പെയ്ത് പുതിയ ഇലകളെല്ലാം വരും. വീണ്ടും കാട് ഉണരും അല്ലേ. അതായത് വീണ്ടും കാട് പഴയ മാതിരി ആവും. അത് സ്വപ്നം കാണണം നമ്മുടെ സുന്ദരിക്കിളി. അവിടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സുന്ദരിക്കിളി വിഡ്ഢിയായിരുന്നോ? നിങ്ങൾ എന്ത് പറയുന്നു? അതായത് സുന്ദരിക്കിളി വിഡ്ഢിയായിരുന്നോ എന്നാണ് ചോദ്യം. വിഡ്ഢിയാണോ അല്ല അല്ലെ, നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് എഴുതാം? അല്ല, സുന്ദരിക്കിളി തനിക്ക് പറ്റുന്ന വിധത്തിൽ തീ അണച്ച് കാടിനെ രക്ഷിക്കാൻ നോക്കി. ഇത് കണ്ടും കേട്ടുമാണ് മറ്റുള്ളവർ ആ പ്രയത്നത്തിൽ പങ്കുചേർന്നത്. സുന്ദരിക്കിളി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കാട് തന്നെ ഇല്ലാതാവുമായിരുന്നു. അടുത്ത ചോദ്യം, മൂങ്ങ തന്റെ തീരുമാനം മാറ്റാൻ കാരണം എന്ത്? സുന്ദരിക്കിളി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് മൂങ്ങ തന്റെ തീരുമാനം മാറ്റിയത്. മൂന്നാമത്തെ ചോദ്യം എന്താ?
ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയും എഴുതൂ. അതായത് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദ്യം ട്ടോ. ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക. കാട്ടിൽ തീ പടർന്നപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ്. കഥ ഇഷ്ടപ്പെട്ടു ഇല്ലയോ, എന്തുകൊണ്ടെന്നും കൂടെ എഴുതുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്നാണ്. കാട്ടിൽ തീ പടർന്നപ്പോൾ ആദ്യം തീ അണയ്ക്കാൻ സുന്ദരിക്കിളി തനിച്ചായിരുന്നു. അത് അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അത് എഴുതി ചേർക്കണം. അതിന് കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാട്ടിൽ തീ പടർന്നപ്പോൾ ആദ്യം തീ അണയ്ക്കാൻ സുന്ദരിക്കിളി തനിച്ചായിരുന്നു. അത് കണ്ടും കേട്ടുമാണ് മറ്റുള്ളവർ ഒപ്പം കൂടിയത്. ഒരു പ്രശ്നം വരുമ്പോൾ ഭയന്ന് ഓടാതെ അത് നേരിടണം എന്ന് സുന്ദരിക്കിളി എല്ലാവരെയും പഠിപ്പിച്ചു. എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ കാട്ടിലെ തീ അണഞ്ഞു. ഒത്തുചേർന്ന് ഒരുമയോടെ നിന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നിവിടെ ചന്ദ്രക്കല ഇടുക കേട്ടോ. ഉണ്ടാകുമെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് കാടുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കവിതയാണ്. അപ്പൊ അതാദ്യം വായിക്കാം. മഴ ചാറി പെയ്തു തുടങ്ങി, ചാറി പെയ്തു കനത്തു തുടങ്ങി, പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിൻ ഉള്ളു തണുത്തു തുടങ്ങി. കാട്ടാറുകൾ പൊട്ടിച്ചിതറി, കരിമൂടിയ ചില്ല തളിർത്തു, തളിരുകളിൽ മുട്ടുകിളിർത്തു, കാടാകെ പൂത്തുവിരിഞ്ഞു, കാടുകളൊരു കൊച്ചുമിടുക്കി, നാടിന്റെ കളിത്തോഴി. അപ്പം കാട്ടുതീക്ക് ശേഷം മഴ വന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. അങ്ങനെ കാട്ടുതീയൊക്കെ അണഞ്ഞു, അതിനുശേഷം വീണ്ടും മഴ പെയ്തു. എങ്ങനെ പെയ്തു? ആദ്യം ചാറി, പിന്നെ അത് കനത്ത മഴയായി. അങ്ങനെ പെരുമഴയിൽ കാട് തന്നെ നനഞ്ഞു കുളിച്ചു അല്ലേ. അങ്ങനെ കാട്ടാറുകളൊക്കെ നിറഞ്ഞു. അതുപോലെ നമ്മുടെ കരിമൂടിയ ചില്ല എന്ന് വെച്ചാൽ കാട്ടുതീയില് കരിമൂടിയ ചില്ലകളൊക്കെ എന്ത് ചെയ്തു? വീണ്ടും തളിർത്തു. ആ തളിരിലകളിൽ മുട്ടു വന്നു. അങ്ങനെ കാടാകെ വീണ്ടും പൂത്തു വിരിഞ്ഞു അല്ലേ. അപ്പൊ ആ കാട്ടുതീക്ക് ശേഷം മഴ വന്ന് കാടിനുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയണത് കേട്ടോ. അടുത്ത നമുക്ക് ഒരു രണ്ട് പേജിലായിട്ട് നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുണ്ട്. കാട്ടിലെ മൃഗങ്ങൾ അല്ലെ, മൃഗങ്ങളിലെ കാടും മൃഗങ്ങളുമാണ് അടുത്ത ചിത്രത്തിലുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? ചിത്രത്തിന് നിറം കൊടുക്കുക കേട്ടോ. നിറം കൊടുക്കാനാണ് പറയണത്. പിന്നെ ഇവിടെ സംഭാഷണം പൂരിപ്പിക്കാനുണ്ട്. ആരുടെ സംഭാഷണമാണ്? എന്തോ കത്തിക്കരിഞ്ഞ മണം. ഗുഹയിൽ ഉറക്കമായിരുന്ന സിംഹം പുറത്തേക്ക് ഇറങ്ങി. സിംഹം മണം പിടിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സുന്ദരിക്കിളി അതുവഴി വന്നത്. അപ്പൊ നമ്മുടെ സിംഹം, കാട്ടിലെ രാജാവിലെ നമ്മുടെ സിംഹം കാട്ടിൽ തീ പിടിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? നമ്മുടെ സിംഹം എന്ത് ചെയ്യാണ്? ഗുഹയിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ എന്തോ കത്തിക്കരിഞ്ഞ മണം വന്നപ്പോഴാണ് സിംഹം എല്ലാം പുറത്തിറങ്ങിയത്. അപ്പൊ അതുവഴി ആര് പോയി? സുന്ദരിക്കിളി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ സുന്ദരിക്കിളിയുമായിട്ടുള്ള സംഭാഷണമാണ് എഴുതേണ്ടത് കേട്ടോ. സിംഹവും സുന്ദരിക്കിളിയും തമ്മിലുള്ള സംഭാഷണം. അപ്പൊ സുന്ദരിക്കിളി പറയുകയാണ്, ഹേ സിംഹമേ, നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ? ഗുഹയിൽ കിടന്ന് സ്വപ്നം കാണുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. സിംഹം, ഞാനൊന്ന് മയങ്ങിപ്പോയി. എന്താ ഒരു മണം? എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുന്ദരിക്കിളി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? കാടിന് തീ പിടിച്ചു, എല്ലാം കത്തിക്കരിഞ്ഞു. സിംഹം, അയ്യോ, ഞാൻ ഒന്നും അറിഞ്ഞില്ല. എന്നിട്ട് എന്തുണ്ടായി? സുന്ദരിക്കിളി, ഇനി ഭയപ്പെടേണ്ട, തീ അണച്ചു. എല്ലാവരും ഭയന്ന് ഓടാൻ തുടങ്ങി. ഞാൻ എന്നാൽ ആവുന്ന പോലെ കൊക്കിൽ വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടും കേട്ടും മറ്റുള്ളവരും ഒപ്പം ചേർന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് തീ അണച്ചു. ഇനി പേടിക്കാനില്ല. അപ്പൊ സിംഹം എന്ത് പറഞ്ഞു? ഒരുപാട് നന്ദിയുണ്ട് സുന്ദരിക്കിളി, നിന്റെ ബുദ്ധിപരമായ പ്രവൃത്തിയാണ് നമ്മുടെ കാടിനെ രക്ഷിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നാടകം കളിക്കുന്നതാണ്. ഒത്തുപിടിച്ചൽ എന്ന കഥയിലെ സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകം കളിച്ചാലോ. അപ്പൊ എന്തൊക്കെയാണ് സന്ദർഭങ്ങള്? തീ പിടിച്ച കാട്, പേടിച്ചോടുന്ന മൃഗങ്ങൾ, വെള്ളം കോരി തീ കെടുത്താൻ ശ്രമിക്കുന്ന സുന്ദരിക്കിളി, കളിയാക്കുന്ന മൂങ്ങ, തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്ന സുന്ദരിക്കിളി, സുന്ദരിക്കിളിക്കൊപ്പം ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന മൂങ്ങ, അവർക്കൊപ്പം പ്രയത്നത്തിൽ കൂട്ടുകാരും ഒപ്പം ചേരുന്നു. ഇത് കണ്ടുവരുന്ന വവ്വാൽ ആ വാർത്ത കാട്ടിലെങ്ങും പരത്തുന്നു. ആനക്കുട്ടും തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. കുരങ്ങുകൾ ഇലക്കുമ്പിളിൽ വെള്ളം കോരി ഒഴിക്കുന്നു. മുയലും ജിറാഫും പുലിയും ഓടി വന്ന് സഹായിക്കുന്നു. തീ അണയുന്നു. എല്ലാവരും സന്തോഷിക്കുന്നു. അപ്പൊ ആ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക? നാടകമായിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നാടകത്തിന് മറ്റെന്തൊക്കെ വേണം? നാടകം അവതരിപ്പിക്കാൻ? മുഖമൂടികൾ വേണം, പിന്നെയോ വേഷം വേണം, പിന്നെ ലൈറ്റ്സ്, വെള്ളം അല്ലേ. കാടാണ്, നമ്മൾ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴുള്ള വെള്ളം. കളിച്ച നാടകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ നാടകം അവതരിപ്പിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ അഭിപ്രായമാണ് എഴുതേണ്ടത്. ഒത്തുപിടിച്ചൽ എന്ന ഈ നാടകം വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അടുത്തത് പൂരിപ്പിക്കാമോ? മരമില്ലെങ്കിൽ കാടില്ല, കാടില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ ജലമില്ല, ജലമില്ലെങ്കിൽ നാമില്ല. അടുത്തത് ജീവികൾ പറയുന്നതാണ്. ആന പറയുന്നതാണ്. ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഈ കാട്ടിൽ നിന്ന് ലഭിക്കും. കാട്ടിൽ ഒരു അരുവിയുണ്ട്. കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ആ അരുവിയിലുണ്ട്. തേനീച്ച എന്താ പറയണത്? ഞങ്ങൾക്ക് ആശ്രയം ഈ കാടാണ്. ഞങ്ങൾ പല തരക്കാരുണ്ട്. കാട്ടുപൂക്കളിൽ നിന്നാണ് ഞങ്ങൾ തേൻ ശേഖരിക്കുന്നത്. വലിയ മരത്തിലാണ് കൂട് വെക്കുന്നത്. അപ്പൊ ഇതുപോലെ തത്തമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എഴുതേണ്ടത്. തത്ത പറഞ്ഞത്, ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത്. മരപ്പൊത്തുകളാണ് ഞങ്ങളുടെ കൂടുകൾ. കാട്ടരുവിയിലെ വെള്ളം കുടിച്ചും കാട്ടിലെ പഴങ്ങൾ കഴിച്ചുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ,
അടുത്തത് ഇവിടെ 2 പേജിലായിട്ട് മരത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്താ വായിക്കാം. ഒരു വലിയ മരം നിരീക്ഷിക്കും. അപ്പൊ നിങ്ങളുടെ ചെയ്ത് നോക്കാൻ പറഞ്ഞ ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഒരു വലിയൊരു മരം നിരീക്ഷിച്ചിട്ട് ഏതെല്ലാം ജീവികളാണ് മരത്തിലുള്ളതെന്ന് എഴുതണം. അപ്പൊ മരത്തിൽ നിങ്ങൾ കാണുന്ന ജീവികളുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. നമ്മളിവിടെ എന്തൊക്കെ എഴുതിക്ക് നോക്കൂ. പക്ഷികൾ, അണ്ണാൻ, കുരങ്ങ്, ഉറുമ്പുകൾ. അത് നിങ്ങൾ നിരീക്ഷിച്ച മരത്തിൽ കണ്ട ജീവികളുടെ പേര് എഴുതുക. ഓക്കെ, നിങ്ങൾ കണ്ട മരത്തിലെ ജീവികൾ ചിത്രത്തിൽ വരച്ചു ചേർക്കും കൂടെ ചെയ്യുക. മരത്തിലെ ജീവികളുടെ എഴുതിയില്ലേ. അവയ്ക്ക് മരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ? വാസസ്ഥലം നൽകുന്നു, അവർക്ക് താമസിക്കാൻ മരം സ്ഥലം നൽകുന്നു അല്ലേ. ആഹാരം നൽകുന്നു, സംരക്ഷണം നൽകുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, എഴുതിയിരിക്കുന്നത് എന്താ? കൊച്ചു കരങ്ങൾ മരം നട്ടാൽ പച്ച പുതയ്ക്കും മലയാളം. അപ്പൊ ധാരാളം നമ്മൾ കഴിയുന്ന രീതിയിൽ ചെടികളും മരങ്ങളൊക്കെ നടാൻ ശ്രമിക്കുക അല്ലേ. അത് ഒരുപാട് നമ്മുടെ ഭൂമി സംരക്ഷണത്തിന് വലിയൊരു പങ്ക് തന്നെ വഹിക്കും മരങ്ങൾ നടുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്